We have discussed that globalization and drivers of globalization. Today we will discuss about impacts of globalization. Globalization, its effects. Effects of globalization are varied, ranging from cultural degradation to fear of loss of sovereignty. Here we focus on effects or impacts of internationalization of management, jobs, past wages, child labor, women inequalities, and effect on developing countries in globalization and monopoly power of large corporations, globalization and social balance, globalization and environment. First we discuss globalization and management. One of the most significant yet stable shifts has occurred in the area of management practices. മാനേജ്മെൻറ്റ് പ്രാക്ടീസസിൽ ഒരു സബ്റ്റിൽ ഷിഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കേർഡ് ചെയ്തിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട്. അത് വൈൽ മാനേജ്മെൻറ്റ് ഈസ് വെൽ റിസർച്ച്ഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ് ഇൻ ദി വെസ്റ്റേൺ ആസ് ഓൾസോ ഇൻ ദി യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്. യൂറോപ്യൻ യൂണിയൻ്റെയും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ തന്നെയും മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ റിസർച്ചിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സെയിം വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി കൺട്രീസ്, മറ്റ് രാജ്യങ്ങളിലില്ലാത്ത രീതിയിൽ. ദി സ്കിൽ ആർ ദി കോസ്റ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് ഡ്രൈവ് ഗ്ലോബലൈസേഷൻ എഫേർട്സ് ഓൾസോ ഇമ്പാക്ട് ദി വേ പീപ്പിൾ ആർ മാനേജ്ഡ് ഇൻ ഓർഗനൈസേഷൻസ്. ഇത് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻസിൻ്റെ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സ്വാധീനിക്കുകയുണ്ടായി. പഴയകാലത്ത് ഓൾഡർ മാനേജ്മെൻറ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് തിയറി എക്സ് അപ്രോച്ച് ആയിരുന്നു. അത് ഗിവൺ അവേ ചെയ്തു ടു ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പുതിയ തിയറി വൈ അപ്രോച്ച് എന്ത് ചെയ്തു, അഡാപ്റ്റ് ചെയ്യുകയുണ്ടായി. ദ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ദാറ്റ് വാസ് ഫെഡ് ബൈ ഹൈറാർക്കിക്കൽ പൊസിഷൻ കോൺഷ്യസ് സിസ്റ്റം ഈസ് ബീങ് സ്വിഫ്റ്റ്ലി റീപ്ലേസ്ഡ് വിത്ത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്. ഫ്ലാറ്റ് ഓർഗനൈസ് സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ പഴയ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ നിന്ന് മാറി. Driven by competency and highly decentralized decision making and problem solving styles. ഇതിൽ കോമ്പിറ്റൻസി ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് സ്റ്റൈൽസ് ഉണ്ട്. ദ ഇൻഡിവിജ്വൽ ഇൻ എ പൊസിഷൻ ഓഫ് പവർ ഡ്രൈവിംഗ് പോളിസീസ് ആൻഡ് പ്രോസസ്സസ് ഹാസ് ഇൻവോൾവ്ഡ് ഇൻ ടു ടീം ബേസ്ഡ് കൊളാബറേറ്റീവ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ്. പുതിയ ടീം ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ കൊളാബറേറ്റീവ് മെത്തേഡ്സ് എന്ത് ചെയ്തു, അഡാപ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് ഗ്ലോബലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റാണ്. മറ്റൊരു ലാൻഡ്മാർക്ക് ചേഞ്ചാണ് ഇൻ മാനേജ്മെൻറ്റ് മെത്തേഡ് ഇനീഷ്യേറ്റഡ് ബൈ ഗ്ലോബലൈസേഷൻ ഹാപ്പൻഡ് ഇൻ ദി ഏരിയ ഓഫ് ഓർഗനൈസേഷൻ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ചേഞ്ച്. എ ന്യൂ ജനറേഷൻ ഓഫ് ലീഡർഷിപ്പ് സ്കിൽസ് സ്റ്റൈൽസ് ആൻഡ് മെത്തേഡ്സ് ഹാസ് ഇവോൾവ്ഡ്. ദ സ്ട്രൈറ്റ് ജാക്കറ്റഡ് അപ്രോച്ച് ടു സെർട്ടൈൻ ഡിഫൈൻഡ് good and bad leadership styles have been replaced with multiple theories supporting a variety of leadership styles. Leadership styles പുതിയ മൾട്ടിപ്പിൾ തിയറീസ് എന്ത് ചെയ്തു, അഡാപ്റ്റ് ചെയ്യുന്നുണ്ടായി. ലീഡർഷിപ്പ് ടുഡേ ഈസ് അസോസിയേറ്റഡ് വിത്ത് പെർട്ടിക്കുലർ ഫേസ് ഇൻ ദി ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ലൈഫ് സൈക്കിൾ ഒന്നായി മാറി. It is industrial specific and increasingly leaders are hired to achieve very specific objective for MNCs. MNCസിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന ലീഡർഷിപ്പിന് വലിയൊരു പങ്ക് വഹിക്കാനുള്ള ഒരവസരം ഇന്നുണ്ടായി. ഗ്ലോബലൈസേഷൻ ആൻഡ് ജോബ്സ്. ജോബിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ്. Has globalization resulted in the loss of jobs or created additional jobs? അഡീഷണൽ ജോബ് ക്രിയേറ്റ് ചെയ്യുകയാണോ ചെയ്തത്, അല്ല ഉള്ള ജോബ് നഷ്ടപ്പെടുകയാണോ ചെയ്തത്? ഇതിൽ നമുക്ക് ദ ആൻസർ ഈസ് ബോത്ത് യെസ് ആൻഡ് നോ. രണ്ട് ആൻസർ നമുക്ക് ലഭിക്കും. ഇന്ത്യയുടെ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ ഹാസ് ഡിക്ലൈൻ ഡ്യൂറിങ് 1980-1990 1990സിലൊക്കെ ഡിക്ലൈൻ ആണ് ചെയ്തിട്ടുള്ളത്.
The decline in the employment in organized sector may be for reasons which predate economic liberalization. But liberalization and globalization has created an enabling environment for cutting down regular salary jobs through VRS, contractual employment, subcontracting and outsourcing. ഔട്ട്സോഴ്സിങ്ങിലൂടെയും സബ് കോൺട്രാക്റ്റിലൂടെയും കോൺട്രാക്ച്വൽ ജോബ്സിലൂടെയും VRSിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, റെഗുലർ ജോബ്സ് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നൊരവസ്ഥ ഇന്ത്യയിലുണ്ടായി. ഇതിൻ്റെ കോൺട്രറി ആയിട്ട് പറയുകയാണെങ്കിൽ, കോൺട്രറി വ്യൂ is held by supporters of globalization. According to them, globalization adds to the employment opportunities-ന് ആഡ് ചെയ്യുകയുണ്ടായിരുന്നു. അത് പർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ജോബ് സാധ്യതകൾ കൂട്ടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അത്തരത്തിൽ കൂടിയ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ നമ്പർ ഓഫ് US ജോബ്സ് മൂവിങ് ഓഫ്ഷോറിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള US ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അത് ലോ വേജ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, ചൈന, മെക്സിക്കോ, ഫിലിപ്പീൻസിലൊക്കെ ജോബുകൾ അമേരിക്കയിൽ നിന്ന് മൂവ് ചെയ്തിട്ടുള്ള ഇവിടത്തേക്ക് എത്രയാണെന്നുള്ളൊരു കണക്കാണ് പറയുന്നത്. ഏകദേശം 3700 ജോബ്സ് 2005 മൂവ് ചെയ്തു. 37,000 വരെ 2015 എന്ത് ചെയ്തു, ലൈഫ് സയൻസ് മേഖലയിൽ നിന്ന് ഇത്തരം രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. ലീഗൽ അതുപോലെ തന്നെ 14,000 ആയിരുന്നത് 75,000 ആയി. ആർട്ട് ഡിസൈനിലാണ് 6,000 30,000 ആയി. മാനേജ്മെൻറ്റിലാണ് 37,000 2,88,000 ആയി. ബിസിനസ് ഓപ്പറേഷൻസ് എന്നുള്ള 61,000 എന്നുള്ള 3,48,000 ആയി. കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബ്സ് 1,09,000 4,73,000 ആയി. ആർക്കിടെക്ചർ 32,000 ഉള്ളത് 1,84,000 ആയി. സെയിൽസ് 29,000 എന്നുള്ളത് 2,27,000 ആയി. ഓഫീസ് സപ്പോർട്ടിൽ 2,95,000 ഉള്ള 17 lakh ആയി. ദെൻ ടോട്ടൽ 5,88,000 ഉള്ള 33 lakh ജോബ്സ് ഏത് രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്, ഈ ഓഫ്ഷോർ കൺട്രീസിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. It is not that US economy suffers as a result of this loss of jobs. ഇത് US എക്കണോമി എന്ത് ചെയ്തിട്ടുണ്ട്, ജോബ് ലോസ് ചെയ്യുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ argued that free trade will result in countries specializing in production of those goods and services that they can produce most efficiently. ഈ ഗുഡ്സ് ഏറ്റവും എഫിഷ്യൻ്റായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി അത്തരത്തിൽ ജോബ് സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. വൈൽ ഇമ്പോർട്ടിങ് ഗുഡ്സ് ദാറ്റ് ദേ കനോട്ട് പ്രൊഡ്യൂസ് എഫിഷ്യൻ്റ്ലി, ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എഫിഷ്യൻ്റായി കഴിയാത്തതൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ US is outsourcing 14,000 legal jobs. The country is saving enormous of cost of performing those jobs within the country. അതെന്ത് ചെയ്യുന്നുണ്ട്, അത്രയും ജോബ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ജോബ്സിൻ്റെ കോസ്റ്റ് അവർ സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. The savings thus gains can be diverted for other more productive jobs. മറ്റു അതർ പ്രൊഡക്റ്റീവ് ജോബ്സിലേക്ക് എന്ത് ചെയ്യുക, അത് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അഡീഷണൽ ഇൻകംസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള അഡീഷണൽ ഇൻകം വേർഡ് മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അത് ഡിമാൻഡ് ചെയ്യും ഫോർ മോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് വേജസ്. ഗ്ലോബലൈസേഷൻ ഹാസ് നോ ഡൗട്ട് റിസൾട്ടഡ് ഷിഫ്റ്റിംഗ് ജോബ്സ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ്. അതിൽ സംശയമില്ല, എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ജോബ്സ് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് എന്ന് പറയാം. But the shift is accompanied by disparities in wages. വേജസിൽ ഡിസ്പാരിറ്റീസ് അത് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എ വർക്ക് ദാറ്റ് വുഡ് കോസ്റ്റ് $100 an hour in the US amount to 1/5 of that in India. $100 കോസ്റ്റ് വരുന്ന ഇന്ത്യയിൽ ആ ഒരു ജോബിന് ഇന്ത്യയിൽ കൊടുക്കുന്ന വെറും അതിൻ്റെ 1/5 മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. In other words, an employee in the US gets paid $100 per hour, whereas his or her counterpart in India is paid only $20 per hour for the same work. അത് ഇന്ത്യയിൽ US $100 കൊടുക്കുന്ന ഒരു ജോലിക്ക് ഇന്ത്യയിൽ $20 മാത്രമാണ് അതേ ജോലിക്ക് കൊടുക്കുന്നുള്ളതാണ്. While admitting this as a fact, what needs to be underlined in what would Indian workers do if jobs were not shifted from the US, and would they not go without those $20 an hour? അവർക്ക്
ഒരിക്കലും യു എസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഇന്ത്യൻ വർക്കേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ദർ ഈസ് അനദർ ആർഗ്യുമെൻറ്റ് ഈസ് ഇൻ സപ്പോർട്ട് ഓഫ് ലോ വേജ് ഇൻ പുവർ കൺട്രീസ്. പുവർ കൺട്രീസിലുള്ള ലോ വേജുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ ലോ ലേബർ കോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഫോർ പുവർ കൺട്രി. പുവർ കൺട്രീൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് അത്. And attracting investment on this basis provides jobs that can lead to greater development. അതുവഴി ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരികയും കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. Former low wage countries such as Korea, Taiwan, and Malaysia were successful in using this strategy to create high paying jobs. High paying jobs ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. To demand high wages is to deny competitive advantage for poor country. ഹൈ വേജസ് ഡിനൈ ചെയ്യുക എന്നുള്ളത് അവർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ ഡിനൈ ചെയ്യുന്നതിന് സമാണ്. ടു ഡിനൈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് ടു ഡിനൈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഡിനൈ ചെയ്യുന്നതാണ്. ഒബ്വിയസ്ലി സബ്ജക്റ്റിങ് ദ കൺട്രി ടു എറ്റേണൽ പോവർട്ടി. അത് പോവർട്ടിയിലേക്ക് ഫൈനലായി അത് ആത്യന്തികമായിട്ട് എന്ത് ചെയ്യുന്നു, ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ചൈൽഡ് ലേബർ. മറ്റൊരു പ്രശ്നമാണ് ഗ്ലോബലൈസേഷൻ, ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ കോമൺ ഇൻ ഓൾ കൺട്രീസ്. അത് റിച്ച് എന്നോ പുറന്നോ വ്യത്യാസമില്ലാതെ എല്ലാ രാജ്യത്തും ഈ ഒരു ചൈൽഡ് ലേബർ ഉണ്ട് എന്നുള്ളതാണ്. ILO recently stated that estimated that some 120 million children in developing countries between the ages of 5 and 14 working full time. ഫുൾ ടൈം വർക്കേഴ്സായിട്ട് 5 മുതൽ 14 years old ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക് പറയുന്നത്. 120 million ആളുകൾ. അതേപോലെ 130 million വർക്കിംഗ് ഹാഫ് ടൈം എന്നും പറയുന്നു. അതിൽ തന്നെ 61% എന്താണ് ഏഷ്യയിലാണെന്നും 32% ആഫ്രിക്കയിലും ബാക്കിയുള്ളത് അമേരിക്കയിലാണ്. ഇവൻ എ റിച്ച് കൺട്രി ആസ് US ഹാസ് ചൈൽഡ് ലേബർ ഗ്രോസ് അബ്യൂസ്. റിച്ച് കൺട്രി ആയിട്ടുള്ള അമേരിക്കയിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് ലേബർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇത് ഇല്ലീഗലാണ്. ചൈൽഡ് ലേബർ എന്നുള്ളത് ഇല്ലീഗലാണ്. അത് എങ്കിൽ കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇറ്റ് ഗോസ് ക്രെഡിറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ദാറ്റ് ഇറ്റ് ഹാസ് നൗ ബാൻഡ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലീഗാലിറ്റി ഓഫ് എംപ്ലോയിങ് ചിൽഡ്രൻ ഈസ് ഓൺലി വൺ ക്രൈം അഗൈൻസ്റ്റ് ദം. There are others too. Children cannot attend to school and receive formal education. മറ്റൊരു പ്രശ്നം അതിൻ്റെ എന്താണ്, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ചൈൽഡ് ലേബർ മാത്രമല്ല, ചൈൽഡ് ലേബറോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിനടക്കം തടയുന്നു എന്നുള്ളതാണ്. They lack resistance and are not as resistant to disease in unsanitary environment. അതുപോലെ തന്നെ അൺസാനിറ്ററി, അവർ വളരുന്ന ചുറ്റുപാട് തന്നെ എന്താണ്, വളരെ മോശമായിട്ടുള്ള ചുറ്റുപാടിലാണ് അവർ വരുന്നത്. അതും ഈ ഒരു ചൈൽഡ് ലേബറിൻ്റെ ലാഭമാണ്. ചിൽഡ്രൻ ഇൻ ഇന്ത്യൻ കാർപ്പറ്റ് മേക്കിംഗ് യൂണിറ്റ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വി ഹാവ് എ ഹൈ ഇൻസിഡൻസ് ഓഫ് ട്യൂബർക്ലോസിസ് പോലുള്ള രോഗങ്ങൾ, വോം ഇൻഫെസ്റ്റേഷൻ ആൻഡ് എൻലാർജ്ഡ് ലിംഫ് ഗ്ലാൻഡ്സ്, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ കാർപ്പറ്റ് മേക്കിംഗ് യൂണിറ്റ്സിൽ കുട്ടികൾക്ക് ബാധിക്കുന്ന അസുഖങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. It is good to know that there are 4 main approaches to child labor policy. First, eliminating poverty is that main cause of child. Poverty ഇല്ലാതാക്കുക എന്നാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ കുട്ടികളെ get more children to school. സ്കൂളിലേക്ക് എന്ത് ചെയ്യുക, എല്ലാ കുട്ടികളെയും ഇൻക്ലൂസീവായിട്ടുള്ള അപ്രോച്ചിലൂടെ കൊണ്ടുവരിക. ദെൻ തേർഡ് അപ്രോച്ചായിട്ട് പറയുന്നത് കൺസിഡർ ചൈൽഡ് ലേബർ ഇൻഎവിറ്റബിൾ at least in the short run. അത് എന്ത് ചെയ്യുക, ഷോർട്ട് റണ്ണിലാക്കുക. ആൻഡ് സ്ട്രെസ്സസ് പാലിയേറ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക. ആൻഡ് ടു പ്രിവെൻറ്റ് അബ്യൂസ് ആൻഡ് ടു പ്രൊവൈഡ് സപ്പോർട്ട് സർവീസ് ഫോർ വർക്കിംഗ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സർവീസ് കൊടുക്കുക എന്നാണ്. അപ്പോൾ വാട്ട് വാസ് ഗ്ലോബലൈസേഷൻ ടു ഡു വിത്ത് ചൈൽഡ് ലേബർ? ചൈൽഡ് ലേബറും ഗ്ലോബലൈസേഷനായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്ലോബലൈസേഷൻ റിസൾട്ട്സ് ഇൻ ക്രിയേഷൻ ഓഫ് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എൻഹാൻസ് ഏർണിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്. അനുബന്ധിച്ച് എന്താണ് ചൈൽഡ് ലേബറിനോടനുബന്ധിച്ച് എന്താണ് നമുക്ക് ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്?
Globalization results in creation of job opportunities, and enhanced earning in developing countries. ഡെവലപ്പിംഗ് കൺട്രീസിലെ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വർദ്ധിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് എക്സ്പോർട്ട് പ്രോഡക്റ്റ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ പ്രോഡക്റ്റിൻ്റെ അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നുണ്ടായി. ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് ലൈക്ലി ടു ആക്സിലറേറ്റ് ദ റിഡക്ഷൻ ഓഫ് ചൈൽഡ് ലേബർ ആൻഡ് എൻഹാൻസ് സ്കൂൾ എൻറോൾമെൻറ്റ് ആൻഡ് ലിറ്ററസി. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചൈൽഡ് ലേബർ ഇല്ലാതാക്കാനും സ്കൂൾ എൻറോൾമെൻറ്റും ലിറ്ററസിയും വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ടു എക്സ്റ്റെൻഡ് ദാറ്റ് പ്രൊവേർട്ടി ബ്രീഡ്സ് ചൈൽഡ് ലേബറാണ് പ്രൊവേർട്ടി കാരണമാണ് സാധാരണയായിട്ട് ചൈൽഡ് ലേബർ. ഈ പ്രൊവേർട്ടി ഒന്നും തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ വരുന്നില്ല ചൈൽഡ് ലേബർ എന്നുള്ള പ്രശ്നം വിധിക്കുന്നില്ല. ഇൻ്റഗ്രേഷൻ ഓഫ് വേൾഡ് എക്കണോമി വിൽ എനാബിൾ റിച്ച് കൺട്രീസ് ഇൻഫ്ലുവൻസ് ഫോർ കൺട്രീസ് ഇൻ ദെയർ പോളിസീസ് ടുവാർഡ്സ് ചൈൽഡ് ലേബർ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് റിച്ച് കൺട്രീസിന് പുറ കൺട്രീസിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഗ്ലോബലൈസേഷൻ്റെ മറ്റൊരു ഗുണമായിട്ട് പറയുന്നത്. As developing countries join globalization and increasingly rely on spot market to sell their product, rich countries can use the threat of trade sanctions to coerce policies that attempt to curtail child labor. ചൈൽഡ് ലേബർ ഇല്ലാതാക്കുന്ന രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, അത് വഴി ഈ ചൈൽഡ് ലേബർ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ IMFും വേൾഡ് ബാങ്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാൻഡേറ്റ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് എക്കണോമിക്സിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി പറയുന്നുണ്ട്. ബിഫോർ സാങ്ഷനിങ് എയ്ഡ് ടു ഡെവലപ്പിംഗ് കൺട്രീസിൽ എയ്ഡ് നൽകണമെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒന്നാണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളത്. പ്രൈവറ്റൈസേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പ്രൈവറ്റൈസേഷൻ റിസൾട്ട് ഇൻ ലാർജ് സ്കെയിൽ ലേയിങ് ഓഫ് വർക്കേഴ്സ് ഉണ്ടാക്കും. സഡൻലി മെയിൽ വർക്കേഴ്സ് ഫൈൻഡ് ദർ ഇൻകംസ് ഡിൻഡ്ലിംഗ് ആസ് അൾട്ടർനേറ്റീവ് ജോബ്. ദേ മാനേജ് ടു സെക്യൂർ മേ നോട്ട് ഗ്യാരണ്ടി ദിസ് സെയിം സാലറീസ് വിച്ച് ദേ were earning when the employees were in ഗവൺമെൻറ് ജോബ് ആയിരുന്നപ്പോൾ ഒരു സാലറി ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അത് this tend to force parents withdraw their children from school and put them on odd jobs. ഇതും ഇത്തരത്തിലുള്ള അവസ്ഥയും എന്തിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട്, ചൈൽഡ് ലേബറിലേക്ക് നയിക്കും എന്നുള്ളൊരു അപവാദമുണ്ട്. ഗ്ലോബലൈസേഷൻ ആൻഡ് മൂവ് ഓൺ. ഗ്ലോബലൈസേഷനും വുമണും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ് അബൌട്ട് വുമൺ ഓൾ ഓവർ ദി വേൾഡ് ഈസ് globalization and women. The most striking thing about women all over the world is high discrimination. എന്ത് ചെയ്യുന്നുണ്ട്, വുമണിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ബിസിനസ് മേഖലയിലുള്ള ലോകത്തൊട്ടാകെയുള്ളൊരു പ്രശ്നമാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. അത് 1.3 ബില്യൺ പുവർ പീപ്പിൾ ഇൻ ദി വർക്ക്ഡ് 70% ആർ വുമൺ. 70% എന്താണ്, വുമണാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിലുള്ളത്. ദ മെജോറിറ്റി ഓഫ് ഹൂം ആർ ഇല്ലിറ്ററേറ്റ്. അതിൽ തന്നെ കൂടുതൽ ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണ്. വിത്ത് നോ ആക്സസ് ബേസിക് അമ്യൂണിറ്റീസ് ലൈക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഒരു ശുദ്ധമായ കുടിവെള്ളം പോലും ലഭിക്കാത്ത വിധത്തിലുള്ള ഡ്രിങ്ക് വാട്ടർ ലഭിക്കാത്ത വിധത്തിലുള്ള ആളുകളാണ് ഉള്ളത്. Well, 2/3 of 130 million children worldwide who are not school are girls. അതിൽ തന്നെ 2/3 of 130 million children, ലോകത്ത് തന്നെ ഒരു 130 മില്യൺ കുട്ടികളിൽ അവരുടെ 2/3 എന്താണ്, ഗേൾസ് ആണെന്നുള്ളതാണ്. സ്കൂളിൻ്റെ പഠിച്ചു കിട്ടാത്തവർ. ദെൻ റെഫ്യൂജീസിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വുമണും ചിൽഡ്രനാണ് മെജോറിറ്റി എന്ന് പറയാം. അപ്പോൾ മെജോറിറ്റി ഓഫ് വുമൺ ആൻഡ് ആൻ ആവറേജ് അബൌട്ട് 3/4 ഓഫ് പേ ഓഫ് മെയിൽസ് ഫോർ ദി സെയിം വർക്ക്. മാത്രമല്ല 3/4 സാലറി മാത്രമാണ് മെയിൽ വർക്കേഴ്സിൻ്റെ ഈ ഒരു വുമണിന് ലഭിക്കുന്നുള്ളതാണ് സത്യം. ദെൻ മറ്റൊരു പ്രശ്നമാണ് വേൾഡ് വൈഡ് 20 to 50% വുമൺ എക്സ്പീരിയൻസ് സം ഡിഗ്രീസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നം. What is the impact of globalization on women?
എന്താണ് ഗ്ലോബലൈസേഷൻ വുമണിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം? ഇതാണ് പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഡയമെൻഷൻസ് പറയാം. ഗ്ലോബലൈസേഷൻ ഹാസ് എൻഹാൻസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമണിനുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിക്കുകയുണ്ടായിട്ടുണ്ടെന്ന് പറയാം. അത് കമ്പനീസ് എവരിവേർ ആർ ഇൻക്രീസിംഗ്ലി ഫീമെയിൽസിനെയാണ് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് ലേബർ ഫോഴ്സിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജെൻഡർ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അതുപോലെ വുമൺ എംപവർമെൻറ്റ് പേരിൽ, അതുപോലെ സ്ട്രാറ്റജി ടു റിമൈൻ കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ആ ലക്ഷ്യത്തോടു കൂടി കൂടുതൽ ആളുകൾ വുമണിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫീമെയിൽസിനെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ജോബിന് എടുക്കുന്നത്. അതുപോലെ തന്നെ നോൺ റെഗുലർ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എംപ്ലോയ്മെൻറ്റ്, പാർട്ട് ടൈം അല്ലെങ്കിൽ ടെമ്പററി ഹോം ബേസ്ഡ് വർക്കേഴ്സ്, ഈ രീതിയിലുള്ള വർക്കേഴ്സൊക്കെ ഇന്ന് ഉണ്ട്. അപ്പോൾ വുമൺ എന്താണ് ഒക്കെ അതിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വുമണിനെയാണെന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വുമൺ മൈഗ്രേഷൻ ഓഫ് വുമൺ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഹാസ് ഹെൽപ്ഡ് ഈസ് ദ ബർഡൻ ഓഫ് പോവർട്ടി ഇൻ മെനി കേസ്. ഈ വുമൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ത് ചെയ്യുന്നു വെച്ചാൽ പോവർട്ടി ഇല്ലാതാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് മീറ്റ് ലേബർ നീഡ്സ് ഓഫ് നമ്പർ ഓഫ് കൺട്രീസ്. പല രാജ്യങ്ങളുടെയും തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗ്ലോബലൈസേഷൻ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ക്രിയേഷൻ ഓഫ് ന്യൂ അസോസിയേഷൻ ഓഫ് വുമണിൻ്റെ ഒരു അസോസിയേഷൻസ് ഒക്കെ വേൾഡ് വൈഡ് ഉണ്ടായി. അതിൻ്റെ നെറ്റ്വർക്കൊക്കെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലുള്ള ഇൻഫർമേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി രംഗത്തുണ്ടായിട്ടുള്ള കുതിപ്പ്, അതും ആക്സസ് ഓഫ് വുമൺ ടു ഹെൽത്ത്, മൈക്രോ ക്രെഡിറ്റ്, മറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ, ഇതിലൊക്കെ കൂടുതൽ ആളുകൾ കടന്നു വരുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ്. then ഇതിൻ്റെ നെഗറ്റീവ് ഡയമെൻഷൻസ് കൂടി പറയാം. നെഗറ്റീവ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ വിച്ച് റീഇൻഫോഴ്സ് എക്സിസ്റ്റിംഗ് ജെൻഡർ ഇനീക്വാലിറ്റി. ജെൻഡർ ഇനീക്വാലിറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്ട്സ്. ഫസ്റ്റ് ഫ്രീ ട്രേഡ് എന്നുള്ളത് കോസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്. ഹാർട്ട് ടു വുമൺ, കൂടുതൽ വുമണിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. വൺ നോ ഡൗട്ട് ഫൈൻഡ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു ദം, ബട്ട് മെജോറിറ്റി ഓഫ് ഫീമെയിൽ എംപ്ലോയി വർക്ക് അണ്ടർ ഇൻഫീരിയർ വർക്കിംഗ് കണ്ടീഷൻ. അവർക്കുള്ള വർക്കിംഗ് കണ്ടീഷൻ നടന്നതെന്നില്ല, ഒരു മാന്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഇതൊക്കെ ഓഫൺ ഷിഫ്റ്റ് വിത്ത് സീരിയസ് ഇംപ്ലിക്കേഷൻസ് ഓൺ ദെയർ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അവരുടെ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ദെൻ പലതരത്തിലുള്ള ഹറാസ്മെൻ്റ് അവർ നേരിടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അതുപോലെ കെമിക്കൽ ഹാസാർഡ്സ്, അതുപോലെ ജോബ് സ്ട്രെസ്, ഇത്തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അവർ ബാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് മോസ്റ്റ് ക്രിറ്റിക്കൽ ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് വുമൺ ഈസ് വേഴ്സണിങ് സിറ്റുവേഷൻ ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ. നമ്മൾ തന്നെയാണ് പറഞ്ഞത്, ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വയലൻസ് അഗൈൻസ്റ്റ് വുമൺ, വർക്ക് പ്ലേസിലുള്ള ഹറാസ്മെൻറ്റിന് അത് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിൽ തന്നെ സെക്സ്വൽ വയലൻസിൻ്റെ വിക്ടിംസായി പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ദെൻ തേർഡ്, കമ്പനീസ് ഇൻക്രീസിംഗ്ലി കമ്മഡൈറ്റൈസിങ് സെക്ഷാലിറ്റി ആൻഡ് വുമൺ ബോഡീസ്. വുമൺസിൻ്റെ ബോഡീസ് അല്ലെങ്കിൽ സെക്സ്വാലിറ്റിയെ മാർക്കറ്റ് ചെയ്യുന്നതിൽ അത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് പോലും സ്ത്രീകളെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ പരസ്യങ്ങൾ ഉപയോഗിക്കുന്ന രീതി നമ്മൾ കണ്ടുവരുന്നു. പ്രൊജക്റ്റ് ദം ഇൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് മൂവീസ്. അതേപോലെ തന്നെ സെക്സ് ടൂറിസം, സെക്സ് ട്രാഫിക് എന്നുള്ള ഇതിലൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഫോർത്ത്, വുമൺ ആർ എമംഗ് ദി ഫസ്റ്റ് ടു ഫീൽ ദി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് പ്രസൻസ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. എംഎൻസീസ് ഡിസ്മാൻഡിൽ ലോക്കൽ എക്കണോമി. നമ്മുടെ ലോക്കൽ എക്കണോമി ശരിക്കും എന്ത് ചെയ്യും, എംഎൻസീസ് തകർത്ത് കളയും എന്നുള്ളതാണ്. അതായത് നമ്മുടെ റീജിയണൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായുള്ള റിസോഴ്സസിനെ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സപ്പോർട്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ സ്ത്രീകൾ വളരേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇനീക്വാലിറ്റി. ജനറലായിട്ടുള്ള ഇനീക്വാലിറ്റീസും ഗ്ലോബലൈസേഷനും. International business has resulted in inequalities of income within nations and between nations
ആൻഡ് ഗ്ലോബലി ആയിക്കോട്ടെ, വിത്തിൻ നാഷൻസ് ആയിക്കോട്ടെ, വിത്തിൻ നാഷൻസ് ആയിക്കോട്ടെ, ഈ ഒരു ഇനീക്വാലിറ്റീസ് ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് പറയുന്നത്. The top 1% of American families, for example, hold more than 90% of the families put together. Corporations reaping the benefits of globalization have generously compensated their CEOs while leaving workers' wages stagnant. ടൈപ്പിക്കൽ ചീഫ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നു, അവരുടെയൊക്കെ സാലറി എന്ത് വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴും സാധാരണ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വർധനമുണ്ടാകുന്നില്ല. ഇനീക്വാലിറ്റീസ്, അതുപോലെ മറ്റൊന്നാണ് ഒരു സീറോ. നമുക്ക് ഇന്ത്യ തന്നെ എടുത്ത് നോക്കാം. ഇന്ത്യയുടെ മൊത്തം ഒരു ജനസംഖ്യയുടെ ഒരു ചെറിയ 5% കയ്യിലാണ് ഇന്ത്യൻ സമ്പത്തിൻ്റെ 80% എന്നൊക്കെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇനീക്വാലിറ്റീസ് വർദ്ധിപ്പിക്കുന്നത് ഗ്ലോബലൈസേഷനാണെന്ന് പറയാം. അതുപോലെ വിത്തിൻ ദി കൺട്രീസ് തമ്മിലുള്ള ഇനീക്വാലിറ്റീസ് അത് പല പ്രോബ്ലംസിനും നയിക്കും. ഇനീക്വാലിറ്റീസ് ഓഫ് ഇൻ ഇൻകം ലെഡ് ടു സിവിയർ പ്രോബ്ലംസ്. ഫോർ എക്സാമ്പിൾ, ഇൻകം ഇനീക്വാലിറ്റീസ് ഇൻക്രീസസ് ബ്ലാക്ക് മാർക്കറ്റിന് കാരണമാകും. പ്രോപ്പർട്ടി ക്രൈംസ്, പലതരത്തിലുള്ള ക്രൈംസ് അവിടെ വർദ്ധിക്കും. ലോ ഇൻകം ഹൗസ് ലാക്ക് ദ റിസോഴ്സ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദെയർ ഹെൽത്ത് സ്റ്റാറ്റസ്. അതുപോലെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. ഇനീക്വാലിറ്റീസ് ബ്രീഡ് കറപ്ഷൻ്റെ ഒരു ബ്രീഡാണെന്ന് പറയാം. ഇനീക്വാലിറ്റീസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും കറപ്ഷനൊക്കെ വഴിയാണ്. ഇത്തരത്തിലുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം മേ ക്രിയേറ്റ് ഇൻസെൻറ്റീവ് ഫോർ സർട്ടൻ ഹൈ ഇൻകം ഗ്രൂപ്പ്സ് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുകയും അത് ടു ഇൻ്റർഫിയർ വിത്ത് പൊളിറ്റിക്കൽ പ്രോസസ്സ്. അവർ പൊളിറ്റിക്കൽ പ്രോസസ്സ് ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവേണൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിധത്തിലൊക്കെ മാറും. ശരിക്കും ഒരു കോർപ്പറേറ്റ് വൽക്കരണമൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിലൊക്കെ നടക്കുന്നതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റീസാണ്. ഈ heavy concentration of wealth and income will provide individuals with sufficient resources to offer bribe to high-ranking officials and policymakers. പോളിസിമേക്കേഴ്സിനും ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിനും അടക്കം വലിയൊരു പൈസ ഒക്കെ ഓഫർ ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. Then globalization and developing countries. ഡെവലപ്പിംഗ് കൺട്രീസും ഗ്ലോബലൈസേഷൻ എങ്ങനെ? അത് ഗ്ലോബലൈസേഷൻ ഓൺ ബെനിഫിറ്റഡ് ഓൾ കൺട്രീസ് ഈക്വലി. എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ തന്നെയാണ് ഗുണം ചെയ്യുന്നതെന്നാണ് ഗ്ലോബലൈസേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് വസ്തുത. അത് ഇൻ്റർനാഷണലൈസേഷൻ ഹാസ് ബെനിഫിറ്റഡ് മെയിൻലി ഓൾറെഡി റിച്ച് കൺട്രീസ് ആൻഡ് പുവർ കൺട്രീസ് ഹാസ് ബിക്കം പുവർ. റിച്ച് കൺട്രീസിനെ മാത്രമാണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ ആണ് ടൈപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ബ്രിക്സ് കൺട്രീസ് ക്ലെയിം ടു ബിക്കം സൂപ്പർ പവർ എ ഡിക്കേഡ് ഹെൻസ് ആൻഡ് ഹെൽഡ് ടു ബി ഹബ് ഓഫ് ഗ്ലോബൽ ബിസിനസ്. സൂപ്പർ പവർ ആവുമെന്ന് പറഞ്ഞിട്ടുള്ള ബ്രിക്സ് കൺട്രീസ് അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ഹബ്ബായി മാറിയിട്ടുണ്ട്. ഇന്ത്യാസ് എക്സ്പീരിയൻസ് ഹാസ് ബീൻ ഡിസപ്പോയിൻറ്റ്. പക്ഷേ അത് ഇന്ത്യയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു എന്ന് പറയാം. ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കാം. പോവേർട്ടി സ്പീക്സ് ഓഫ് എവറിത്തിങ്. ഇല്ലട്രസി, മാൽന്യൂട്രിഷൻ, ഡ്രിങ്കിങ് വാട്ടർ സ്കാർസിറ്റി, ലാക്ക് ഓഫ് സാനിറ്റേഷൻ, ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം വളരെ പരിതാപകരമാണെന്ന് പറയാം. ലോക 1.2 ബില്യൺ പീപ്പിൾ ലിവ് ഇൻ ലെസ് ദാൻ $1 പെർ ഡേ എന്നുള്ള അവസ്ഥയിലാണുള്ളത്. അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ. അതേപോലെ തന്നെ average income of 20 richest countries 15 times that 20 poorest countries. The world population 6 billion 7 billion ആയി 2050. അതൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അതുപോലെ ആവറേജ് ലൈഫ് എക്സ്പെക്ടേഷൻ മെനി ആഫ്രിക്കൻ നേഷൻസ് ഹാവ് ഫാളൻ. ആഫ്രിക്കൻ നേഷൻസ് അതേപോലെ തന്നെ എയ്ഡ്സിൻ്റെ ഒക്കെ വിക്ടിംസ് ഉണ്ടായിട്ടുണ്ട് കൂടുതലായിട്ട്. ഇല്ലിട്രസിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ 90% ഓഫ് സിവേജ് വാസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു റിവേഴ്സ്, ലേക്സ്, കോസ്റ്റൽ വാട്ടർ. അതൊക്കെയും നമുക്ക് പറയാം എൻവയോൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഗ്ലോബലൈസേഷൻ ഡെവലപ്പിംഗ് കൺട്രീസിലെ എൻവയോൺമെൻറ്റ് എങ്ങനെ ബാധിച്ചു, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്.
എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ബാധിക്കുന്നത്? അത് കോമൺ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ഗ്ലോബലൈസേഷൻ ദാറ്റ് ഇറ്റ് കംസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. ഗ്ലോബലൈസേഷൻ എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയുടെ ചെലവിലാണ് വളർന്നു എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റലിസ്റ്റ് സൈറ്റ് ഫേംസ് ദാറ്റ് റീലൊക്കേറ്റ് ദെയർ ഓപ്പറേഷൻ സോൾലി ഫോർ റീസൺസ് ഓഫ് എസ്കേപ്പിംഗ് ടഫ് പൊല്യൂഷൻ റൂൾസ് ഇൻ ദെയർ ഹോം കൺട്രി. അവരുടെ രാജ്യത്തുള്ള ടഫ് പൊല്യൂഷൻ റൂൾസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവരെന്ത് ചെയ്യുന്നത്, അവരുടെ യൂണിറ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. നമുക്ക് കേരളത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. കേരളത്തിൽ കിഴക്കമ്പലം എന്നൊരു മോഡൽ തന്നെ നമുക്ക് കാണാം. കിറ്റക്സ് തന്നെ അവിടുത്തെ പഞ്ചായത്തുകളടക്കം ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ വന്നു. അവർ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇത്തരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത യൂണിറ്റുകളാണ്. അത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിന്ന് നേരിടാൻ കഴിയാത്തപ്പോൾ എന്ത് ചെയ്യുന്നു, അതേപോലെ രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് രീതിയിൽ അവിടുത്തെ പൊല്യൂട്ട് ചെയ്യാവുന്ന അവിടുത്തെ നിയമങ്ങൾ എത്രത്തോളം സുശക്തമല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ റിവേഴ്സും അവിടുത്തെ ലേക്സും ഒക്കെ പൊല്യൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. സംരക്ഷിക്കപ്പെടുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുന്നു. അതിന് നമുക്ക് ചില എക്സാമ്പിൾസ് തന്നെ പറയാം. ഡൗ കെമിക്കൽസ് ഹാവ് ആക്ച്വലി ബീൻ ക്രെഡിറ്റഡ് വിത്ത് മച്ച് ഓഫ് എൻവയോൺമെൻറ്റൽ ക്ലീൻ അപ്പ് ഇൻ ഈസ്റ്റേൺ യൂറോപ്യൻ ആൻഡ് ഫോർമർ ഈസ്റ്റ് ജർമ്മനി. ഡൗ കെമിക്കൽസ് ആണ് എക്സാമ്പിൾ. Environmental standards are only one of many criteria used to determine their investment and location decision എടുക്കുന്നതിൽ മെയിനായിട്ട് കാരണം എൻവയോൺമെൻറ്റ് എന്നുള്ള ഘടകം മാത്രമാണെന്നാണ് പറയുന്നത്. ഞാൻ ഗ്ലോബലൈസേഷൻ ആൻഡ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ മോണോപ്പൊളി അവരുടെ ഡൊമിനൻസ് ഉണ്ടാക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഗ്ലോബലൈസേഷൻ വിൽ ഡിപ്രൈവ് നാഷൻസ് ഓഫ് ദെയർ സോവറിനിറ്റി. അതുവഴി അവരുടെ സോവറിനിറ്റിയെ തന്നെ, രാജ്യത്തിൻ്റെ സോവറിനിറ്റിയെ തന്നെ ബാധിക്കും. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പോലെ WTO പോലുള്ള ഓർഗനൈസേഷൻസ് അവിടെ ഒഫീഷ്യൽസ് ഒരിക്കലും തന്നെ എന്തല്ല ഒരു പോപ്പുലർ വോട്ട് എന്നുള്ള രീതിയിലല്ല എലക്ട് ചെയ്യപ്പെടുന്നത്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കനൈസേഷനാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ് അതിനെതിരായിട്ട് പറയുന്ന ആളുകൾ. അമേരിക്കയുടെ തന്നെ ഒരു അവരുടെ മോണോപ്പൊളി പവറുള്ള കമ്പനികൾക്ക്, ലാർജായിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമായിട്ട് WTO മാറുന്നു എന്നാണ് ഈ ഗ്ലോബലൈസേഷനെ ആ രീതിയിൽ എതിർക്കുന്ന ആളുകൾ പറയുന്നത്. മറ്റൊന്ന് സോഷ്യൽ ബാലൻസ്. ഗ്ലോബലൈസേഷനും സോഷ്യൽ ബാലൻസും. ഗ്ലോബലൈസേഷൻ carries both promises and threats. ത്രെറ്റ്സും ഉണ്ട്, അതിൻ്റെ ഇമ്പാക്ട്സ് ആയിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. അത് വിന്നേഴ്സിനും ലോസേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. നാഷണൽ ആയിക്കോട്ടെ, റീജിയണൽ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ. അതിന് ട്രേഡ് ബെനിഫിറ്റ്സ് എല്ലാ പാർട്ടിസിപ്പൻസിനും ലഭിക്കും. വൈൽ ഗ്ലോബലൈസേഷൻ കോറിലേറ്റ് വിത്ത് ഹൈ ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത്. മൊത്തത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ദിസ് വുഡ് ബി ലിറ്റിൽ കൺസലേഷൻ ടു എംപ്ലോയി. ഒരിക്കലും തന്നെ എംപ്ലോയീസിന് അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നില്ല. ഹൂ ലോസ് ജോബ് ആസ് എ റിസൾട്ട് ഓഫ് ഫോറിൻ കോമ്പറ്റീഷൻ കൊണ്ടുണ്ടാകുന്ന ജോബ് നഷ്ടപ്പെടുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാകുന്നില്ല എന്നാണ് പറയുന്നത്. അൺസ്കിൽഡ് ലേബേഴ്സിനെ എന്ത് ചെയ്തിട്ടുള്ള അവരുടെ സാലറി കുറക്കുന്നതിൽ കാരണമായിട്ടുള്ളത് ഗ്ലോബലൈസേഷനേക്കാളും ടെക്നോളജി ആണെന്നാണ് മറ്റൊരു വാദം. മറ്റൊന്ന് ഗ്ലോബലൈസേഷൻ ഈസ് അസോസിയേറ്റ് വിത്ത് അതർ പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ടുള്ള റീപ്രസഷൻസ് ആണ്. ഗ്ലോബലൈസേഷൻ അതായത് ഗ്ലോബലായിട്ടുള്ള ക്യാപിറ്റൽ ഫ്ലോസ് എന്ത് ചെയ്യുന്നു, ലെസ് റെഗുലേറ്റഡ് ആയിട്ടുള്ള എമർജിങ് എക്കണോമീസ് ഉണ്ടാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മെക്സിക്കോ, തായ്ലാൻഡ്, അർജൻറ്റീന ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അവിടെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലുള്ള വളറ്റാലിറ്റീസ് ഒക്കെ വണ്ണബിളായി എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യൽ ക്രൈസിസ് അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് എസ്പെഷ്യലി റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആർ അണ്ടർ വാല്യൂഡ്. അവരുടെ റിസോഴ്സസിന് അണ്ടർ വാല്യൂ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റ് കൺട്രോളർ ഇൻഫ്ലുവൻസ് ബൈ ട്രാൻസ് നാഷണൽ കാർട്ടൽസ്. അവിടെ ട്രാൻസ് നാഷണൽ ആയിട്ടുള്ള കാർട്ടൽസ് വില നിശ്ചയിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടായി എന്നൊക്കെയാണ്
ദെൻ ഗ്ലോബലൈസേഷൻ അത് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയാം. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിന്, ട്രേഡിന്, സർവീസസിനൊക്കെ വേണ്ടിയിട്ടുള്ള അഗ്രിമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് എഫിഷ്യൻസി എന്നുള്ളത്, അതായത് എഫിഷ്യൻസി ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇതിലൊക്കെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ട്രാൻസാക്ഷൻസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ഫ്ലോ ഓഫ് കമ്മോഡിറ്റീസ്, ക്യാപിറ്റൽ, ലേബർ, നോളജ്, ഇൻഫർമേഷൻ, ഇതിനൊക്കെ ഫ്ലോ തന്നെയാണ് ശരിക്കും ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇൻ്റർനാഷണൽ എക്കണോമിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അവ വഹിക്കുന്ന പങ്ക് അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൽ തന്നെ ഫേംസ്, ഗവൺമെൻറ്, റീജിയണൽ ബ്ലോക്സ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഗ്ലോബലൈസേഷനിൽ ഇറ്റ്സ് ഇമ്പാക്ട്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ചൈൽഡ് ലേബർ, വുമൺ, ഇനീക്വാലിറ്റി, അതുപോലെ എൻവയോൺമെൻറ്റിലുള്ള സോഷ്യൽ ബാലൻസിൽ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ